സുമിക്ക് ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീടും വെച്ചെടുക്കേണ്ട ഒരു പുതിയ അഞ്ചിനൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ 2-3 സെന്റ് സ്ഥലം ഒരു വീടും ഉണ്ടെങ്കിൽ അത് പറയില്ലേ. സ്കൂളിലെ ഏരിയയിലാണ് പോയത്. ആ ഏരിയയിൽ പോയത് ഒരു നോട്ട് ബുക്ക് ഒക്കെ ഉള്ളു. ആ തലി ചെയ്തു ഈ തലി ചെയ്തു. പിന്നെ പെണ്ണും പെൻസിലൊന്നും ഉണ്ടാവില്ല. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പളേ നമ്മളെ സുമിന്റെ ഒരു മല്ലിന്റെയും മുളകിന്റെയും ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അപ്പൊ അതിൽ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, കമന്റ് ഉണ്ട്. സുമിക്ക് ആരുമില്ലേ, കല്യാണം കഴിഞ്ഞിട്ടില്ലേ, കുട്ടികളില്ലേ, ഇപ്പൊ എവിടെ, ഇമ്മ എവിടെ, എങ്ങനെ ഒറ്റക്കായത്, ആദ്യം ഒന്നും വീടുണ്ട്, ഇതിനൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പോ പിന്നെ ഞാൻ എന്ത് ചെയ്തു, സുമിനോട് ഓളെ ലൈഫിനെ കുറിച്ചിട്ട് ഒരു ചോദിക്കാൻ. അപ്പൊ ഇത് വേറെ ആൾക്കാരൊന്നും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോ അതിനൊരു വീഡിയോ നമ്മൾ ചെയ്യാന്നുള്ളൂ, അല്ലാതെ ഒന്നല്ല കേട്ടോ. സുമിക്ക് അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ ഈ കമന്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മള് ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ സുമിയെ, എന്റെ മല്ലി മുളകും പിന്നെ കച്ചവടക്കാരൊക്കെ ഉണ്ടപ്പോ കൂട്ടുകാരികളും അല്ല, നമ്മൾ ഈ വീഡിയോ ചെയ്തതിന് ശേഷം കുറച്ചൊക്കെ വെച്ചല്ലേ? കുഴപ്പമില്ല. എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സാധനം ഇങ്ങനെ കിലോ ഒരു പറയും. അപ്പൊ നമ്മൾ 500 ആയിട്ടും 150 അങ്ങനൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കടകളിലൊന്നും ഞാൻ കൊടുക്കലില്ല, അല്ലാതെ തന്നെ വാങ്ങിക്കൊണ്ടു. അല്ല അങ്ങനെയൊക്കെ വാങ്ങും. വൃത്തി ഉണ്ടെന്ന് കാണുമ്പോ ആരും വാങ്ങും. പിന്നെ ടേസ്റ്റും ഉണ്ട്. ഞാൻ എന്നാ മല്ലിപ്പൊടി ഇപ്പൊ ഞാനിപ്പോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം, നമ്മളെ മല്ലിപ്പൊടികള് എല്ലാരും അതുപോലെ ചെയ്ത് 6 ലക്ഷത്തോളം ആൾക്കാര് അത് കണ്ടതാണ്, ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലേറെ ടേസ്റ്റ് ഉണ്ട് നിന്റെ മല്ലിപ്പൊടിക്ക് എന്നാണ് ഈ മെസ്സേജിലൂടെ ഓരോ പറയുന്നത്. അപ്പോ സുമിന്റെ ലൈഫ് എന്താണ് ഇങ്ങനെ ആയത്? സുമി എന്താ ഒറ്റപ്പെടാൻ കാരണം? ഒന്ന് വേഗം പറ സുമിയെ, ആൾക്കാർക്ക് ചടക്കും. എന്താ വെച്ചാല് പിന്നെ എനിക്ക് ചെറുപ്പകാലത്തെ കഷ്ടപ്പാട് തന്നെയാണ്. ഓളെ മാത്രം കഷ്ടപ്പാട് തന്നെയാണ്. കാരണം എന്റെ ഇമ്മ മരിച്ചു, ക്യാൻസർ ഇമ്മ മരിച്ചു. പിന്നെ ഇപ്പൊ ചെറുപ്പത്തിലെ ഇങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് നിക്കാതെ കഴിച്ചതേനി. ഇപ്പനെ ഞാൻ ജനിച്ചപ്പോഴേ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പനെ ഞാൻ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇമ്മന്റെ ബാധ്യതൊക്കെ ഉമ്മനെ കാണാതെ പോയി. ഇപ്പന്റെ കുടുംബം അറിയണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പനെ തെരഞ്ഞതാ. അങ്ങനെ ഇപ്പൊ മലപ്പുറം എന്ന് പറഞ്ഞ പാങ്ങ് പറഞ്ഞ സ്ഥലത്തേന്. അവിടെ കുടുംബങ്ങളും ഓരൊക്കെ ഉണ്ട്. പക്ഷെ പോക്ക് വരവുകളൊന്നുമില്ല. ഓരാരും എന്നെ അന്വേഷിക്കലോ ഒന്നുമില്ല. പിന്നെ ഞാൻ തെരഞ്ഞ് ഇങ്ങനെ ഒരു കല്യാണമൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ് അത് വേലിക്കുള്ള പാമ്പിനടുത്ത് തൊള്ളിട്ട് പറഞ്ഞ മതിയായി. അതായാലും വലിയ ആദ്യത്തേനും വലിയ കഷ്ടപ്പാടിലായി രണ്ടാമത്തത്. അപ്പൊ അത് പറയുകയാണെങ്കിൽ ഒരുപാട് വലിയ കല്യാണം കഴിഞ്ഞത്. ആദ്യത്തത് ചെറിയതാകുമ്പോ തന്നെ അമ്മ പിടിച്ച് കെട്ടിച്ച് ഒരു പിന്നെ അവിടെ ഇപ്പല്ല അമ്മല്ല. പിന്നെ ഒരു 6 മക്കളെ കുട്ടികളൊന്നും ഉണ്ടായില്ല. അതിലാണ് എനിക്ക് ആദ്യത്തെ കല്യാണത്തിലാണ് 2 കുട്ടികളുള്ളത്. 2 കുട്ടികളല്ലേ ഉള്ളൂ? 2 മക്കളെ. അപ്പൊ സുമിന്റെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞിരുന്നു. അതിൽ 2 ആൺകുട്ടികളുണ്ട്, 2 ആൺമക്കളുണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ അവരൊന്നും ഇപ്പൊ അടുത്ത് നിക്കണില്ല. അടുത്ത് നിക്കാന് പറയാന് വീട്ടില് ഇങ്ങനെ ലോണ്, പിന്നെ വീടിന് ലോൺ എടുത്തിരുന്നു. അപ്പം പിന്നെ കുറച്ച് പൈസ ഒക്കെ ചോദിച്ചപ്പോ ഒരിപ്പോ വാടകക്കാണുള്ളത്. അങ്ങനെ വാടകക്ക് പോയതാണ്. പിന്നെ ഒരിക്കും കഴിവില്ലല്ലോ. അന്ന് പിന്നെ വേറെ സ്ഥലമോ മുതലോ ഒന്നുമില്ല. അന്നാത് നയിച്ച് അന്നാണ് ജീവിക്കുക. പക്ഷെ ഒറ്റപ്പെടുത്തിയതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. നമ്മളെ വളർത്തി വലുതാക്കി ഉണ്ടാക്കിയ മക്കള് അവര് പറന്നു പോകാനാണ് ടൈമില് പറന്നു പോകലേ. ഒരുപാട് സുമി മാത്രമൊന്നുമല്ല, കുറേ ആൾക്കാരുണ്ട് അങ്ങനെ. അങ്ങനെ അതിപ്പോ അങ്ങനെ ആയിപ്പോയി. പിന്നെ രണ്ടാമതൊരു കല്യാണം കഴിച്ചു. അയാളോ അത് പിന്നെ അത് പറയുകയാണെങ്കിൽ ഞാനൊരു പ്രായം, കാരണം എനിക്ക് ഇടയുള്ള പ്രായം 70 വയസ്സോളം. 70 വയസ്സായ ഒരാളെ വീണ്ടും സുമി വിവാഹം കഴിച്ചു ഇപ്പൊ അടുത്ത്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുമിക്ക് ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീടും വെച്ചെടുക്കേണ്ട ഒരു പുതിയ അഞ്ചിനൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ 2-3 സെന്റ് സ്ഥലം ഒരു വീടും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അതിനെ നോക്കിയാല് നമുക്ക് പക്ഷപാത്തുന്ന ഒരു കൂലിയും കൂടെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ആ കല്യാണം. അത് പിന്നെ എനിക്കിഷ്ടല്ലാത്ത കാര്യങ്ങളാണ് മൂപ്പര് നമ്മള് റൂമിന്ന്. പിന്നെ അതിപ്പോ പറയുകയാണെങ്കിൽ എത്ര മക്കളാണ് സുമേന്റെ പാക്കും മാക്കും ആകെ എത്ര മക്കളാണ്? ഒരു മോളുള്ളൂ. ഒരു മോളുള്ളൂ. ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ തന്നെ ഉള്ളൂ.
അത് സങ്കടപ്പെട്ട ഒരു മോളാണെങ്കിൽ അതെന്നെ മതി, ഉമ്മക്കും ബാപ്പക്കും കഷ്ടപ്പെടാൻ. എന്നാലും സുമേരി ഒറ്റയ്ക്ക് ഇപ്പൊ മക്കള് രണ്ടാളും ഉപേക്ഷിച്ച് പോയി, ഇട്ട് പോയ പോലെയാണല്ലോ സുമിന്റെ അടുത്ത് അങ്ങനെ എന്തോ ഒരു എന്താണെന്ന് എനിക്ക് തന്നെ പറയാൻ അറിയില്ല. ഞാൻ അംഗൻവാടി പോകുന്ന സമയത്താണ് ഒരു വാടകക്ക് വീട് തരുന്നു ഒരു പോയത്. ഒരു രണ്ടാളും വേറെയാണ്. എപ്പോഴെങ്കിലും ഒരു വിളിക്കും. ഒരു കുറ്റം പറയാൻ ഞാൻ ആളല്ല, കാരണം അവർക്ക് മുതലൊന്നും ഇല്ലല്ലോ. നമ്മളെങ്ങനെ കുറ്റം പറയാനോ? അവർ അന്നാന്ന് നയിച്ച് അന്നാന്ന് ജീവിക്കല്ലേ, അങ്ങനൊക്കെയാണ്. പിന്നെ സ്കൂളില് എത്ര വരെ പഠിച്ചിട്ടുണ്ടോ സുമിയ? സ്കൂളില് അത് പറയില്ലല്ലേ. സ്കൂളിൽ 7 വരെയാണ് പോയത്. ആ 7 വരെ പോയത് ഒരു നോട്ട് ബുക്ക് ഒക്കെ ഉള്ളു. ആ തലി എഴുതും, ഈ തലി എഴുതും. പിന്നെ പെന്നും പെൻസിലൊന്നും ഉണ്ടാവില്ല. പിന്നെ അമ്മനോട് പെന്നും പെൻസിലും ചോദിക്കും, എനിക്ക് തിന്നാൻ തന്നെ കിട്ടുമോ നോക്ക്, എന്നിട്ടല്ല ഇപ്പൊ എനിക്ക് പെന്നും പെൻസിലും തരാന്ന് വെക്കുക. അതങ്ങനെ ഒരു ജീവിതം ഇനി അംഗൻവാടി അന്നും ഇന്നും അതിലാലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കുറെ കഷ്ടപ്പാട് നമുക്ക് നയിക്കാൻ ആരോഗ്യം. നമ്മളെ താഴേക്കുള്ളവരൊക്കെ ആലോചിച്ചാല് കയ്യും കാലും ഇല്ലാത്തവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഭാഗ്യവാന്മാരാണ്. പക്ഷെ ഈ ഒരു തന്നോടെ വേണ്ടിയ ധൈര്യം മനസ്സിന് വരുമ്പോലെ വരുന്നിടത്ത് വെച്ച് കാണാൻ, അതാണ് നമുക്ക് വേണ്ടത്. അതിന് ആരോഗ്യം പടച്ചറപ്പിനോട്. ഉമ്മ പോയിട്ടപ്പോ എത്രയായി? ഉമ്മ പോയിട്ടപ്പോ എത്രയായി? ഉമ്മ പോയിട്ട് 5 കൊല്ലായി. 5 കൊല്ലായില്ലേ? 5 കൊല്ലായി മരണപ്പെട്ടു പോയിട്ട്. പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് സുമിന്റെ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. അംഗൻവാടിക്ക് പോവുക, നമ്മളെ മല്ലിന്റെ മുളകിന്റെ ബിസിനസ്, അങ്ങനെ. പിന്നെ നല്ലോണം പാട്ട് പാടും കേട്ടോ സുമി, നല്ലോണം പാട്ട് പാടും. പിന്നെ 2 വരി പാട്ട് പാടും സുമിയെ? ഞാൻ 2 വരിയാക്കണ്ട, അല്ലേ 2 പാട്ട് തന്നെ പാടിത്തരാം. എന്നാ ഒരു പാട്ടാണ് പാട്. ആദ്യം ഒരു പാട്ടാണ് ഞാൻ ഇന്ത്യയിലുണ്ട് ഇത് പാടുന്നത്, അടുക്കട്ടോ. ആയിക്കോട്ടെ. എന്താ പറയാ, ടെൻഷൻ കൂടുമ്പോ പാട്ട് പാടില്ല. ഞാൻ കരമുയർത്തി പഠിച്ചോടിരുന്നേ, പകലും രാവും പ്രയാസപ്പെട്ട് മനസ്സ് പൊട്ടി തകർന്നേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ സുമിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ മല്ലി മുളകും മഞ്ഞളും ഒക്കെ വാങ്ങാൻ ശ്രമിക്കട്ടോ. നല്ല മായല്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റുള്ള മല്ലിപ്പൊടി നമ്മളെ സുമിൻ്റെ അടുത്ത് നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ടാറ്റാ.